നമ്മുടെ ഓരോരുത്തരെയും കർത്താവിനകത്ത് കൂട്ടുവരുത്തിയതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ഈ ഹാളിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ആരെല്ലാം വചനം കേൾക്കുന്നു അതെല്ലാം കേട്ടത് നിങ്ങളുടെ ഹൃദയങ്ങൾ തന്നെ ഹല്ലേലൂയ ഇരിക്കുവാൻ തക്കവണ്ണം, ആ ഹൃദയത്തിനകത്ത് പണിയുവാൻ തക്കവണ്ണം, ഞാൻ കേട്ടതും അറിഞ്ഞതും യേശുവിനെയാണ്, ഞാൻ നിൽക്കുന്നതും യേശുവിനൊപ്പമാണെന്ന് അറിയുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചന സെക്ഷനിലേക്ക് കടക്കാം. തുടർന്ന് ഇന്നത്തെ വചനചിന്തയ്ക്കായി എടുത്ത വേദഭാഗം യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കുകയില്ല. നമുക്ക് കേട്ട വചനത്തെ ഓർത്തൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആമേൻ. കർത്താവേ, നിത്യനും നീതിമാനും പരിശുദ്ധമായ ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കിയ വചനം കർത്താവേ, ഇത് കേൾക്കുന്നത് ആമേൻ കർത്താവേ, അങ്ങ് ചെയ്യുന്നത് ആമേൻ കർത്താവേ, 100, 150 മേനെ കൊല്ലുവാൻ തക്കവണ്ണം ഞങ്ങൾ കേട്ടത് ഇരട്ടിയായി നേടുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ കർത്താവേ. ഞങ്ങൾ അപ്പൻ്റെ കാര്യങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു, വചനത്തിങ്കിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയാചനം കേട്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള വാക്യമാണ്. ഹല്ലേലൂയ. നമ്മൾ ഇതിനകത്തായിരിക്കുമ്പോൾ തന്നെ നമുക്കായി കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ യേശു ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി എൻ്റെ യേശു ഇന്ന് ഈ ഹാളിനകത്ത് വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. ദൂരെ ഇരിക്കുന്നവൻ ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർ സ്തുതിച്ചാട്ടെ. എനിക്ക് വേണ്ടി ഇന്നെൻ്റെ വിടുതലനായി എന്നെ കരുതുന്നതിന് വേണ്ടി, ആ സ്നേഹത്തിൽ മറയ്ക്കുന്നതിന് വേണ്ടി എൻ്റെ അപ്പൻ ഹല്ലേലൂയ ഇന്നിതിനകത്ത് എനിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. തൻ്റെ ദൂതന്മാർക്കൊപ്പം അവൻ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതെ, നമ്മൾ ഒരുമിച്ച് നമ്മുടെ യേശുവിനെ കാണുവാൻ പോവുക. നമ്മളിന്ന് യേശുവിൻ്റെ സ്നേഹം അറിയുവാൻ പോവുക. നമ്മളിന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് ആ സ്നേഹത്തിനായി നമ്മളിന്ന് നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലാം. അതെ, ആ ലാസറിൻ്റെ അടുത്തേക്ക്. ഹല്ലേലൂയ. നമ്മൾ കടന്നു ചെല്ലുകയാണ് ആ ലാസറിൻ്റെ ഭവനത്തിലേക്ക്, ലാസറിൻ്റെ ദേശത്തേക്ക്. നമ്മോടൊപ്പം യേശുവുമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ സ്തുതിച്ചാട്ടെ. എന്നോടൊപ്പം ഏറ്റെടുത്ത് പറഞ്ഞാട്ടെ, എന്നോടൊപ്പം യേശുവുമുണ്ട്. അതെ, ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇന്ന് ഈ ഹാളിനകത്ത് എൻ്റെ യേശു എന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം ഭാരത്തോടെ ഞെരുക്കത്തോടെ ഇതിനകത്തായിരിക്കുന്നു, ഇന്ന് അവരെ വിടുതൽ ചെയ്യുവാൻ തക്കവണ്ണം യേശു ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതെ, നമ്മൾ കടന്നു ചെല്ലുക ലാസറിൻ്റെ ഭവനത്തിലേക്ക്. ഹല്ലേലൂയ. അവൻ ദീനം ബാധിച്ച് കിടന്നവനാ. ഹല്ലേലൂയ. അവൻ മരിച്ചിരിക്കുന്നു എന്നല്ല വചനം പറയുന്നേ, അവൻ നിദ്ര കൊള്ളുന്നു. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയേണ്ട വാക്യം മരിച്ചു എന്നല്ല യേശു പറഞ്ഞത്, നിദ്ര കൊള്ളുന്നു. കാരണം അവൻ ഉണർത്തിയാലും ഉണരും. ഹല്ലേലൂയ. നിദ്ര കൊള്ളുന്നവനെ, നിന്നെ ഉണർത്തിയാലും നീ ഉണരും. ഹല്ലേലൂയ. നീ ചെറുതായി ഒന്ന് ഉറങ്ങുകയാ. നിങ്ങളും അതുപോലെ ഇന്ന് ഇതിനകത്ത് ഉറങ്ങിയിരിക്കുന്നെങ്കിൽ തട്ടി എണീറ്റിരുന്നോ. ഹല്ലേലൂയ. ഉണർത്തുവാൻ തക്കവണ്ണം യേശു വരുന്നുണ്ട്. നിന്നെ തട്ടി എഴുന്നേൽക്കുവാൻ, നിന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം യേശു ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവേ. അതെ, എനിക്കായി കടന്നു വന്നു വിശ്വസിക്കുക. എനിക്ക് വേണ്ടി വരുന്നു. ഹല്ലേലൂയ. അതെ, ആ ലാസറിൻ്റെ ഭവനത്തിനകത്തേക്ക്, ഒരു കണ്ണുനീരിൻ്റെ ദേശത്തേക്ക് കടന്നു ചെല്ലുന്ന നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. അവൻ നിദ്ര കൊള്ളുന്നു എന്നാ പറഞ്ഞേ, മരിച്ചു എന്ന് പറഞ്ഞില്ല. നിദ്ര കൊള്ളുന്നവൻ്റെ അടുത്തേക്ക്. കാരണം ഞാൻ വിളിച്ചാൽ അവൻ ഉണരും, ഞാൻ വിളിച്ചാൽ അവൻ ഉണരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എൻ്റെ അപ്പൻ ആ ഭവനത്തിലകത്തേക്ക് കടന്നു ചെല്ലുക. നിങ്ങളെ ഓരോരുത്തരെയും അവൻ വന്ന് വിളിക്കുക. നമ്മുടെ അപ്പൻ നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുക. മകനേ, മകളെ, നീ ഉറങ്ങിയത് മതി, നീ നിദ്ര കൊണ്ടത് മതി, നീ നിദ്ര കൊണ്ടത് മതി. നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്കേണ്ട സമയമായി. ഹല്ലേലൂയ. നീ പുറത്തു വന്നാലേ ചിലർ വിശ്വസിക്കൂ. ഹല്ലേലൂയ. ഈ ദേശം വിശ്വസിക്കൂ. നീ പുറത്തു വരണം. ഹല്ലേലൂയ.
നീ മരിച്ച അവസ്ഥയിലായിരിക്കുന്നു, നാറ്റം വമിച്ച അവസ്ഥയിലായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കടന്നു ചെല്ലുമ്പോൾ ഒരു കൂട്ടം ജനം കരഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവർ പരസ്പരം 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 അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, യേശു എന്തേ അവനെ വിടുതൽ ചെയ്തില്ല, യേശു എന്തേ അവനെ രക്ഷിച്ചില്ല, എന്തുകൊണ്ട് നിന്റെ അപ്പൻ പറയുന്നേ, നിന്നെ കൂട്ടിച്ചേർത്തവൻ, നിന്നെ ചോളോട് ചേർത്തവൻ, നിന്നെ ആ മാറത്ത് ചേർത്ത് പിടിച്ചവൻ എന്തേ അവനെ മരണത്തിന് വിട്ടുകൊടുത്തു? പലരും അതിനകത്തിരുന്ന് കുത്തി പറയുന്നുണ്ട്. അതെ, നീ നാറ്റം വമിച്ച അവസ്ഥയിലായിരിക്കുമ്പോൾ, നിങ്ങൾ പല കഷ്ടങ്ങളിലായിരിക്കുമ്പോൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും സഹതപിക്കുന്നവരുമുണ്ട്, കുത്തി പറയുന്നവരുമുണ്ട്. ഹല്ലേലൂയ. അതിലൊരു പക്ഷേ കുത്തി പറയുന്നവരായിരിക്കും കൂടുതൽ. ഹല്ലേലൂയ. സഹതപിക്കുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. നിന്റെ അവസ്ഥയെ ഓർത്ത്, നിന്റെ കണ്ണുനീരിനെ ഓർത്ത് സഹതപിക്കുന്നവർ വളരെ ചുരുക്കം പേർ, 1-2 പേർ മാത്രമേ കാണുകയുള്ളൂ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി സഹതപിക്കുന്നത് എൻ്റെ യേശുവാ. നിങ്ങൾക്ക് വേണ്ടി കരയുന്നത് എൻ്റെ അപ്പനാ. നീ കരയുമ്പോൾ നിന്റെ അടുക്കലേക്ക് അവൻ ചാഞ്ഞു വരും. ഹല്ലേലൂയ. അവൻ മേഘത്തെ താഴോട്ട് ഇറങ്ങി വരും. ഹല്ലേലൂയ. അവൻ മേഘത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. കുറ്റം പറയുന്നവർ ഒത്തിരി പേരുണ്ട്. നിന്റെ ഈ അവസ്ഥയെ ഓർത്ത് നീ അത് അനുഭവിക്കും. നീ ഇത് അനുഭവിച്ചെങ്കിൽ ഇനിയും നീ അനുഭവിക്കും. ഇത്രയും നാറിയത് പോരാ, നീ ഇനിയും നാറും. ഈ ദേശം വിട്ട് ഓടും. നീ കടത്തിലാണോ? ഇതോ നിനക്ക് കടം, ഇനിയും വരും. അതേ പ്രിയ ദൈവമക്കളെ, ഇതാ കുറ്റം വഹിക്കുന്നവർ കൂടി നിന്ന് പറയും. ഹല്ലേലൂയ. അവൻ ഇത്രയും നാളും ആ അപ്പൻ്റെ അടുത്ത് പോയിട്ട് എന്തുകൊണ്ട് അവന് കിട്ടിയില്ല? ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പൻ പറഞ്ഞേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നീ വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, ആ വാക്ക് നീ പറയേണ്ട കാര്യമുണ്ട്. നീ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വം കാണുകയുള്ളൂന്നേ. അല്ല ചുമ്മാ വചനം കേട്ടാ കേൾക്കത്തില്ല. വചനം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരുന്നു എന്ന് പറഞ്ഞും കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആലയത്തിനകത്ത് ആയിരുന്നു എന്ന് പറഞ്ഞും കൊണ്ടോ നീ ആ മഹത്വം കാണുകയില്ല. ഹല്ലേലൂയ. നീ വിശ്വസിക്കണം. എനിക്കായി എൻ്റെ അപ്പൻ ഇതിനകത്ത് ഇറങ്ങി വരുമെന്ന് നീ വിശ്വസിക്കണം. എനിക്കായി എന്നെ ഇന്നവൻ തൊടുമെന്ന് വിശ്വസിക്കണം. എനിക്ക് വേണ്ടി അവൻ കരുതുമെന്ന്, ഹല്ലേലൂയ, നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി ഗുപ്ത നിധികൾ ഒരുക്കി വെച്ചിട്ടായിരിക്കുന്നേ. നിനക്ക് വേണ്ടതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ വിശ്വസിക്കാത്തോണ്ടാ കാണാത്തെ. നീ ഒന്ന് വിശ്വസിച്ച് നോക്കിയേ. നിനക്കായി ഒരുക്കി വെച്ചത് നീ കണ്ണു തുറക്കുമ്പോൾ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ കൊട്ടിയടച്ച വാതിലുകൾ നിനക്കായി മലർക്കെ തുറക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നീ കടന്ന് ചെല്ലുന്നിടത്തൊക്കെയും നീ മാനിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാ നിദ്ര കൊണ്ടവന്റെ അടുത്തേക്ക് അവൻ കടന്നു പോകുന്നത്. നിദ്ര കൊണ്ടവന്റെ അടുത്തേക്ക് അവിടെ വിശ്വസിക്കാത്ത ഒരു കൂട്ടമുണ്ട്. വിശ്വസിക്കാതെ കുറ്റം വിധിക്കുന്ന, കുറ്റം പറയുന്നവർ ഒരു കൂട്ടമുണ്ട്. അവർ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇത്രയും കേട്ടിട്ടും നീ എൻ്റെ അപ്പനെ വിശ്വസിച്ചില്ല. ഞാൻ നിനക്ക് ഇത്രയും ചെയ്തിട്ടും നീ എന്നെ വിശ്വസിക്കുന്നില്ല. അതേ, നീ എന്നെ വിശ്വസിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, നീ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാന്നേ അവൻ നിദ്ര കൊണ്ടത്. ഹല്ലേലൂയ. അപ്പൻ അറിഞ്ഞു അവൻ ദീനമായി കിടക്കുന്നു. എവിടെയെങ്കിലും ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നോ? ഹല്ലേലൂയ. സമയം കിട്ടുമ്പോഴൊക്കെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൻ എന്താ ലാസറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ? അടുത്ത് ചെന്നാലേ വിടുതല ഉണ്ടാവൂ. അവിടെ ഉണ്ടായിരുന്നു ഒരു കൂട്ടം. ഹല്ലേലൂയ. അതെ, നിനക്ക് ചുറ്റുമുള്ളതുപോലെ ഒരു കൂട്ടം, നിന്ദിക്കുന്ന ഒരു കൂട്ടം, കുറ്റം വിധിക്കുന്ന ഒരു കൂട്ടം. നീ ഉയർച്ച പ്രാപിക്കുമ്പോൾ അതിന്മേൽ നീ പ്രാപിക്കരുതെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, പരസ്പരം നുണ പറയുന്ന ഒരു കൂട്ടം. ഹല്ലേലൂയ. അതെ, അവിടെ നുണ പറയുകയാ. എന്തേ ഇത്രയും കൊണ്ട് നടന്നവന് വിടുതൽ ചെയ്യാൻ കഴിഞ്ഞില്ല? ആ ദീനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവൻ മരിച്ചു, ഇന്ന് 4 എന്നാ പറയുന്നേ. ഹല്ലേലൂയ. 3 ദിവസമാകുമ്പോൾ അവിടെ വിശ്വാസം അനുസരിച്ച് കല്ലറയടച്ച് 3-ാം നാൾ ആത്മാവാഹം വിട്ട് പോകുമെന്നാ പറയുന്നേ. 4-ാം ദിവസമായാൽ പിന്നെ തിരിച്ചു വരികയില്ല എന്ന് അവിടെ നിന്നവർ പറയുന്നുണ്ട്. കൂടി നിന്നവർ പറയുന്നുണ്ട്, യേശു ഇതിനകത്തിന് വന്നാലും അവനിന് പുറത്തു വരികയില്ല. നിന്നോടൊപ്പം അവൻ കരയുകയുള്ളൂ. നിന്നോടൊപ്പം കരയുവാൻ മാത്രമേ അവന് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. കൂടി നിന്ന് പറയുക. ഹല്ലേലൂയ. അവൻ്റെ ആത്മാവ് അവനെ വിട്ട് പോയി, ഈ ദേശം വിട്ട് അടുക്കിലേക്ക് പോയി. ഇനി എന്തിനാ നിന്റെ യേശു ഇതിനകത്ത് കടന്നു വരുന്നേ?
പ്രിയ ദൈവമക്കളെ, ഇതേ ചോദ്യം നിങ്ങളോട് ആരോടൊക്കെ ചോദിക്കുന്നു. നീ ഇനി എന്തിനാ പോകുന്നേ? ഹല്ലേലൂയ. നീ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഹല്ലേലൂയ. നീ ആരെയാ പ്രാർത്ഥിക്കുന്നേ? ഹല്ലേലൂയ. ഈ 3 ചോദ്യം നിങ്ങളുടെ മുൻപിൽ കിടക്കുക. എന്തിനാ, എന്തിനാ, ആരെയാ, എവിടെയാ? ഹല്ലേലൂയ. വിടുതൽ കിട്ടുമ്പോൾ ഒരു ചോദ്യം, നീ എവിടെയാ പോകുന്നേ? ഹല്ലേലൂയ. വിടുതൽ വരുമ്പോൾ രണ്ടാമത്തെ ചോദ്യം, നീ ആരെയാ പ്രാർത്ഥിക്കുന്നേ? ഹല്ലേലൂയ. നീ ഒന്ന് തളർന്നു നോക്കിയേ, നിന്ന് ചോദിക്കും, നീ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തീയ ജീവിതമാണോ? നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിലാണോ നിൽക്കുന്നത്? നിങ്ങൾ യേശുവിനെ എടുത്തിട്ടുണ്ടോ? കഷ്ടപ്പാടുണ്ട്. ഹല്ലേലൂയ. അവൻ ക്രൂശ് ചുമന്നുവെങ്കിൽ നമ്മളും ചുമക്കണം. അതെ, ആ ക്രൂശിൽ നമ്മളും അവകാശികളാ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാ നമുക്ക് ഇന്നും ഈ കഷ്ടതകളുള്ളത്. ഹല്ലേലൂയ. ഒരു പക്ഷേ അതിൽ നിന്ന് തരണം ചെയ്തു വരുവാനുള്ള കൃപ അവൻ അധികമായി നിങ്ങളുടെ മേൽ തകരുകയാ. അധികമായി ഇതിൽ നിന്ന് പുറത്തു വരുവാനുള്ള കൃപ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൃപ പരുകുന്ന പറഞ്ഞേ. ഹല്ലേലൂയ. ചുമ്മാ പറ്റിയാൽ പോരാ, ചുമ്മാ കൈയടിച്ചാൽ പോരാ. നീ വിശ്വസിക്കണം. നീ വിശ്വാസത്തോടെ പറയണം, ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ്. നീ ഏറ്റെടുക്കണം. ഇന്ന് എനിക്ക് വേണ്ടി ഇതിനകത്ത് യേശു വരുമെന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. അതെ, അവിടെ ഒരു കൂട്ടം പേർ അങ്ങനെ നിൽക്കുകയാ, യേശു വരുന്നതും കാത്ത്. യവനിനി എന്താ ചെയ്യാൻ പോകുന്നതെന്നാ ചോദിക്കണേ. ഹല്ലേലൂയ. മരിച്ചു 4 നാളായി, ഇനി എല്ലും കൂടും മാത്രമേ അത് കാണുള്ളൂ. ഇനി എന്ത് വന്നിട്ട് ചെയ്യാനാ? ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശു കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവനും ഒരു മനുഷ്യനെ പോലെ കടന്നു വരിക. ഹല്ലേലൂയ. അതുകൊണ്ടാ അവർക്കൊപ്പം അവനും സങ്കടം വന്നേ. അതെ, നിന്റെ വിഷമത്തിൽ അവനും സങ്കടം വരും. നീ കരയുമ്പോൾ നിന്നോടൊപ്പം കരയുവാൻ നിന്റെ അപ്പനുണ്ട്. ഹല്ലേലൂയ. നീ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു, എൻ്റെ വിഷമം കേൾക്കാൻ ആരുമില്ല, എൻ്റെ സങ്കടത്തിൽ പറ്റുവാൻ ആരുമില്ല, എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം നിൽക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നോടൊപ്പം നിൽക്കുന്നില്ല, എൻ്റെ അമ്മ പറയുന്നത് കേൾക്കുന്നില്ല, എൻ്റെ അപ്പൻ പറയുന്നത് കേൾക്കുന്നില്ല, എൻ്റെ കൂട്ടുകാർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എനിക്ക് ആരുമില്ല, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ പ്രിയ ദൈവമക്കളെ ഒന്ന് പറയട്ടെ, നീ അങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നിനക്ക് വേണ്ടി നിന്നോടൊപ്പം നിന്നെ പോലെ ഒരുവൻ വിഷമിക്കുന്നുണ്ട്, നിന്നോടൊപ്പം ഒരുവൻ കരയുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഈ അവസ്ഥയെ ഓർത്ത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശ്വസിക്കാൻ പറഞ്ഞേ. ഹല്ലേലൂയ. നിന്നോടൊപ്പം കരയുക. അതെ, ഒരു മനുഷ്യൻ എങ്ങനെ കരയുന്നോ, എങ്ങനെ തേങ്ങൽ വന്നോ, അതുപോലെ നിന്റെ അപ്പനും തേങ്ങി. ഹല്ലേലൂയ. കടന്നു ചെല്ലുമ്പോൾ അവർക്കൊപ്പം കരയുകയാ, കണ്ണുനീര് വാർത്തു. ഹല്ലേലൂയ. ഈ വചനത്തിൽ ഏറ്റവും ചെറിയ വാക്യം, എല്ലാവരുടെ ഹൃദയങ്ങളും കൊള്ളുന്നൊരു വാക്യം, യേശു കണ്ണുനീർ വാർത്തു. നമ്മൾ പ്രിയ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വാക്യം, യേശു കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ. ഒരു മനുഷ്യനായി നമ്മളെപ്പോലെ രൂപം കൊണ്ട് നമുക്ക് വേണ്ടി വന്നവൻ നമ്മളോടൊപ്പം കരഞ്ഞു എന്നാ പറയുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, കരഞ്ഞപ്പോഴും അവിടെ നിന്ന് ചോദിക്കും, ഇവൻ കരയാനാണോ വന്നേ? ഇനി വന്നിട്ട് എന്തിനാ കരയാനാണോ? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നേ. നമ്മുടെ ജീവിതം ഇങ്ങനെയാ, കണ്ണുനീരോടും ഇറുകിയിരിക്കുന്ന അവസ്ഥകൾ, കുറ്റം വിധിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയാത്തവർ, നമ്മുടെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതേ, ഒരു പേർ കരയുന്നിടത്ത് ഹല്ലേലൂയ യേശു കടന്നു ചെല്ലുന്നു. ഹല്ലേലൂയ. അതേ, കരഞ്ഞുകൊണ്ട് വന്ന് പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, അപ്പനെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ഇതുപോലെയാ നമ്മളും ചിന്തിക്കേണ്ടേ. നിന്റെ അപ്പൻ നിന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, നീ നിന്റെ അപ്പനെ ചേർത്ത് പിടിച്ചെങ്കിൽ, നീ ഇന്ന് ഇങ്ങനെ ഒരു കഷ്ടം അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു, ഇങ്ങനെ ഒരു നിന്ന് അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പനെ
ഹല്ലേലൂയ. അതെ, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ മരിച്ചവൻ നിന്റെ മുൻപിൽ വരും, ഉറങ്ങിയവൻ കല്ലറ നീക്കുമ്പോൾ നിന്റെ മുൻപിൽ വരും. ഹല്ലേലൂയ. അതുകൊണ്ടാ ചോദിച്ചേ, നീ വിശ്വസിക്കുന്നോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പറയുക, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുക തന്നെ ചെയ്യും. നിന്റെ ഈ മരിച്ച അവസ്ഥയിലും നീ ജീവിക്കുക തന്നെ ചെയ്യും. നിന്റെ ഈ നിന്ദയുടെ അവസ്ഥയിലും നീ ജീവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അതേ പ്രിയ ദൈവമക്കളെ, അവൻ്റെ അപ്പൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും നിന്നെ അനുഭവിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. രക്ഷാവൻ. ഹല്ലേലൂയ. അതെ, അവൻ കടന്നു ചെല്ലുകയാ. ആ കല്ലറയ്ക്കടുത്തേക്ക് കടന്നു ചെല്ലുന്നു. അതെ, ഒരു കൂട്ടം പറയുന്നു, 4 ദിവസമായി ഇനി അവിടെ ഒന്നുമില്ല, ഇനി നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. കടന്നു ചെല്ലുന്നിടത്ത് നിന്ന് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലേക്ക് നോക്കി, അപ്പനെ ഇവിടെ ഒരു അത്ഭുതം ചെയ്യണം. എന്തിനാ? ഇവിടെ നിൽക്കുന്നവർ വിശ്വസിക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. അതെ, നിന്നിൽ അവൻ ചെയ്യുന്നത് ചിലർ കണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടി. നിന്നിലെ മാറ്റം കണ്ട് ചിലർ വിശ്വസിക്കും. നിന്റെ അപ്പന് വിശ്വസിക്കും. നീ എവിടെ പോകുന്നു, നീ എന്തിനു പോകുന്നു എന്ന് ചോദിച്ചവർ, ഹല്ലേലൂയ, അവർ വിശ്വസിക്കാൻ പോവുക. ഹല്ലേലൂയ. വിളിച്ചു പുറത്ത് കൊണ്ടുവരിക. ലാസറേ, നീ പുറത്തു വാ. അതെ, അവൻ പുറത്തു വരിക. അവിടെ പുറത്തു വന്നപ്പോൾ യേശുവല്ല കെട്ടഴിച്ചത്, അവിടെ നിന്നവർ. ഹല്ലേലൂയ. നീ പുറത്തു വരുമ്പോൾ ഒരു കൂട്ടം പേർ നിന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. കെട്ടഴിക്കുവാൻ തക്കവണ്ണം നിന്നെ നിന്ദിച്ചവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ തള്ളി പറഞ്ഞവർ, ഹല്ലേലൂയ, കെട്ടഴിച്ച് കല്ലറയ്ക്കകത്ത് വെച്ചതുപോലെ അതേ കെട്ടുകളോടെ നീ പുറത്തു വരുമ്പോൾ, ഹല്ലേലൂയ, അഴിക്കുവാൻ തക്കവണ്ണം ഒത്തിരി പേർ കാത്തു നിൽക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. അതെ, നിനക്കായി പ്രവർത്തിക്കുന്ന അപ്പൻ, ഹല്ലേലൂയ, ശീല കൊണ്ട് കെട്ടിയാലും അത് മറിമുറിച്ചേ പുറത്തു വരുവാൻ കഴിയുള്ളൂ. നീ എങ്ങനെ കെട്ടി വച്ചിരുന്നാലും, ഹല്ലേലൂയ, ഇന്ന് നിന്റെ അവസ്ഥയിൽ നിന്ന് നീ പുറത്തു വരിക തന്നെ ചെയ്യും. നീ മറ നീക്കി പുറത്തു വരികാൻ പോകുക. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. കർത്താവേ, എനിക്ക് വേണ്ടി ഇന്ന് ഇതിനകത്ത് വരുന്നതിനായി സ്തോത്രം. എനിക്കായി ഇന്ന് ഇതിനകത്ത് വന്നതിനായി സ്തോത്രം. രോഗത്തോടെ, ഭാരത്തോടെ, ഞെരുക്കത്തോടെ ആരെല്ലാം ഇതിനകത്തായിരിക്കുന്നു, കടന്നു വന്നിരിക്കുന്നത് വിശ്വസിച്ചോ, എനിക്ക് വേണ്ടി ഇന്ന് ഇതിനകത്ത് യേശു കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ ഇതിനെ തൊടുന്നുണ്ട്. പ്രിയ മക്കളെ, ക്രൂശിലേക്ക് പോയവൻ, എനിക്ക് വേണ്ടി ക്രൂശിലേക്ക് പോയവൻ നിനക്കായി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നിന്റെ കരം പിടിക്കുന്നവൻ, നിന്നെ മാറോട് അണയ്ക്കുന്നവൻ, അതേ മാറോടണച്ച് പൊൻകച്ച കൊണ്ട് നിന്നെ മൂടുന്നവൻ, ഹല്ലേലൂയ, നിന്നെ മൂടി മറയ്ക്കുന്നവൻ, ആ സ്നേഹത്തിന് കീഴിൽ മൂടി മറയ്ക്കുന്നവൻ നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാ. നിന്റെ കരം അവൻ പിടിക്കുന്നുണ്ട്. നിന്റെ കരം അവൻ പിടിക്കുന്നുണ്ട്. നീ ആ സാഹചര്യം തിരിച്ചറിയുക. നിനക്ക് ഇരിക്കുവാൻ കഴിയുകയില്ല. ആ സാഹചര്യം തിരിച്ചറിയുമ്പോൾ നിനക്ക് ഇരിക്കുവാൻ കഴിയുകയില്ല. ഓ രക്ഷാര ഈ ബലഭൗഷസി ഹാരബല. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി രാജാവേ. രോഗത്തോടെ ആയിരിക്കുന്നവർ ആ രോഗത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. കർത്താവേ, എനിക്കായി ഇതിനകത്ത് കടന്നു വന്നതിനായി സ്തോത്രം. എൻ്റെ രോഗം ഇന്ന് മാറണം. ഞാൻ ഇന്ന് അങ്ങിൽ വിശ്വസിക്കുന്നു. ഞാൻ ഉറച്ച വിശ്വാസത്തോട് ഇതിനകത്തായിരിക്കുന്ന അപ്പ, എൻ്റെ രോഗത്തെ മാറ്റുവാൻ എൻ്റെ അപ്പന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു വൈദ്യനും ചെയ്യാത്തത് എൻ്റെ അപ്പന് ചെയ്യുവാൻ കഴിയും. ഒരു വൈദ്യനും മാറ്റാൻ കഴിയാത്ത രോഗം എൻ്റെ അപ്പന് നീക്കുവാൻ കഴിയും. അപ്പനെ ഞാൻ വിശ്വസിക്കുന്നു. കടഭാരത്തോടെ, ദുഃഖത്തോടെ ആരൊക്കെ ഇതിനകത്തായിരിക്കുന്നു അവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. നിനക്കായി കരുതുന്നവനുണ്ട്. നിനക്ക് വേണ്ടി അവൻ ഗുപ്തനിധികളെ കരുതി വെച്ചിരിക്കുക. നീ വിശ്വസിച്ച് കണ്ണു നിറന്നു നോക്കുമ്പോൾ നിന്റെ മറയിട്ടിരിക്കുന്ന പിശാച് നീങ്ങിപ്പോകും. അവൻ നിനക്ക് വേണ്ടി കരുതിയത് നീ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രാർത്ഥന യാചനയും കേട്ട് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.